ഞാൻ ഒരു 8-9 മണിക്കൂർ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരുന്ന് പണിയെടുക്കുന്ന ഒരു ഓഫീസ് വർക്കറാണ് ഞാൻ, ഒരു IT പ്രൊഫഷണലാണ്. അപ്പോൾ മാമിൻ്റെ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നൊരു വ്യൂ പോയിന്റിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായിട്ട് നമുക്കൊരു ആവശ്യമാണ് നമ്മുടെ പോസ്ചർ എഡ്യൂക്കേഷൻ. അത് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മളുടെ കഴുത്തിന് വേദന വരാം. അത് കൂടുതലായിട്ടും മസിൽസിന് സ്റ്റിഫ്നെസ് ആയിട്ട് വരാം, അതിൻ്റെ വേദന വരാം, നടുവേദന വരാം. പിന്നെ ഈ പോസ്ചർ മുമ്പിലേക്ക് ഇങ്ങനെ ഹെഡ് പോസ്ചർ വരാം. ഓരോരുത്തരും ഇരിക്കുന്ന ഓരോ പൊസിഷൻസ് വ്യത്യാസമുണ്ട്. ചില ആളുകൾ അബ്നോർമലായിട്ട് ഇരിക്കുന്നുണ്ട്, ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ നമ്മളുടെ ഒരു ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ചില മസിൽസ് ടൈറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ആ ടൈറ്റ് ആവുന്ന മസിൽസിന് പെയിൻ വരാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ കഴിയണതും നിങ്ങൾ മാക്സിമം ഒരു 20 മിനിറ്റിനുള്ളിൽ ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, ഒന്ന് എണീറ്റ് നടക്കുക, ഒന്ന് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക, കഴുത്ത് താഴേക്ക് സൈഡിലേക്ക് ഒന്ന് മൂവ് ചെയ്യുക. അതുപോലെ ചെയ്യാവുന്ന വ്യായാമങ്ങളാണ് കഴുത്ത് ഇടയ്ക്ക് ഇങ്ങനെ അമർത്തിക്കൊണ്ടുള്ള വ്യായാമങ്ങൾ. സൈഡിലേക്കും പുറകിലേക്കും മുൻപിലേക്കുള്ള വ്യായാമങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ നമുക്കൊരു പേന ഇവിടെ ഈ 2 വിരലുകളിൽ വെച്ചിട്ട്, ഇത് 2 പേനയാണെന്ന് കരുതാം. ഈ പേന ഇങ്ങനെ നമ്മുടെ ഈ റിംഗ് ഫിംഗറിന്റെ താഴേക്ക് വെച്ച് 2 കൈയിലും മുകളിലേക്ക് ഉയർത്തി പിടിക്കുക, നിന്നിട്ട് ഉയർത്തി പിടിക്കുക. 10 സെക്കൻഡ് മുകളിലേക്ക് ഇങ്ങനെ കൈ ഉയർത്തി പിടിക്കുക. ഇത് ഒരു സ്ട്രെച്ചിങ് വ്യായാമം തന്നെയാണ്. നമ്മുടെ ഈ പോസ്ചർ കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ കറക്റ്റ് ചെയ്യാനുള്ള ഒരു വ്യായാമമാണ്. ഈ IT മേഖലയിൽ അല്ലെങ്കിൽ ഈ ഓഫീസ് വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് ഈ പുറം വേദന. അതിന് ഈ ഫിസിയോതെറാപ്പിയിൽ എന്തൊക്കെയാണുള്ളത്? പുറം വേദന ആശ്രയിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു സിംറ്റമാണ് പുറം വേദന. IT മേഖലക്കാർക്ക് പൊതുവെ ഉണ്ടാവുന്നത് ചില മസിൽസ്, അപ്പർ ബാക്കിലെ മസിൽസ് ടൈറ്റ്നെസ് കൊണ്ടാണ് പ്രധാനമായിട്ടും വരുന്നത്. അതിൻ്റെ സ്ട്രെച്ചിങ് വ്യായാമങ്ങളും അതിൻ്റെ സ്ട്രെങ്തനിങ് എക്സസൈസുകളും ചെയ്താൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കൈകളിലും കാലുകളിലും തരിപ്പ് വരും. അതിന് ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? കൈകളിലും കാലുകളിലും തരിപ്പ് വരുന്നതിന് കുറേ റീസൺസ് ഉണ്ട്. അതിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന പ്രധാനമായിട്ടുണ്ടാകുന്ന പ്രശ്നം കഴുത്തിലുള്ള ഞരമ്പുകളുടെ കംപ്രഷനാണ്. കഴുത്തിലും നടുവിനവിടെയുള്ള ഞരമ്പുകളുടെ കംപ്രഷൻ, അതായത് എല്ലുകളുടെ ഇടയിൽ കൂടെയാണല്ലോ ഞരമ്പുകൾ പാസ് ചെയ്യണം. കഴുത്തിൻ്റെ അവിടെ നിന്ന് കൈകളിലേക്കും നടുവിൻ്റെ അവിടെ നിന്ന് കാലുകളിലേക്കുള്ള ഞരമ്പുകൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പം ഏത് നെർവാണോ ഇവിടെ കംപ്രഷൻ വരുന്നത്, ആ കംപ്രഷൻ്റെ അനുസരിച്ച് നമുക്ക് തരിപ്പ് വരുന്ന ഏരിയകൾ വ്യത്യാസമുണ്ട്. ഒരു ഓർത്തോ അല്ലെങ്കിൽ ഒരു ന്യൂറോ ഡോക്ടറെ കണ്ട ശേഷം അത് എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ സമീപിച്ച് കറക്റ്റീവ് എക്സസൈസ് ചെയ്താൽ അത് ശരിയാവുന്ന. വി കെയർ ഫിസിയോതെറാപ്പിയിലെ ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റാണ് ബിന്ദു മാം. വി കെയർ ഫിസിയോതെറാപ്പി എങ്ങനെയാണ് ആരംഭിച്ചത്? 2001 ഞാൻ ഫിസിയോതെറാപ്പി പാസ്സായതിനു ശേഷം പല ഹോസ്പിറ്റലുകളിലും വർക്ക് ചെയ്തു. അങ്ങനെ സ്വന്തമായൊരു ക്ലിനിക്ക് തുടങ്ങണം എന്നൊരു പ്ലാൻ മനസ്സിലുണ്ടായിരുന്നു. എന്നാലും അതിന് നിമിത്തമായത് ഏകദേശം 10-12 വർഷങ്ങൾക്ക് മുമ്പ് കുടുംബശ്രീയിൽ നിന്നുള്ളൊരു തുടക്കമാണ്. അങ്ങനെ ഒരു ചെറിയ ലോൺ പാസ്സാവുകയും അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് മെഷീനൊക്കെ മേടിച്ചു. അങ്ങനെ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ്. 2019 കുറ്റിപ്പുറത്ത് ഒരു വെൽ എക്വിപ്ഡായിട്ട് നമുക്കൊരു ക്ലിനിക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. പിന്നെ അതിനുശേഷം കൊറോണ ടൈമിലാണ് നമ്മൾ വളാഞ്ചേരിയിൽ അതിൻ്റെ വേറൊരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുടുംബശ്രീ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പേഷ്യൻ്റായിട്ട് വി കെയറിൽ വരികയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും വി കെയറിൽ നിന്ന്? രാജ്യാന്തര നിലവാരമുള്ള ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല ഊഷ്മളമായ സ്റ്റാഫിൻ്റെ ഒരു നല്ല സപ്പോർട്ടും നമ്മുടെ എല്ലാവിധ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പിന്തുണയും, പേഷ്യൻറ്റിനെ എങ്ങനെയൊക്കെ തിരിച്ചൊരു ലൈഫിലേക്ക് എത്താൻ പറ്റുമോ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും വി കെയർ ഫിസിയോതെറാപ്പി ഓഫർ ചെയ്യും.